നീ എന്താടി മുഖം വീർപ്പിച്ചോണ്ട്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അമ്മയെ കണ്ട ഉടനെ എല്ലാം മറന്ന് സന്തോഷിക്കണോ? ഞാൻ ഇന്നലെ രാത്രി മുതല് ആദ്യം പിടിച്ചിരിക്കുക. നിന്റെ കയ്യിലിരിപ്പന്റെ കൊണവധികാരം കൊണ്ടല്ലേ നീ അനുഭവിക്കണോടി. അമ്മ എന്നെ പ്രാകാൻ വേണ്ടി വന്നതാണോ കരുനാഗപ്പള്ളിന്ന്? നീ നീ മാതകന്ന് മാറിക്കേ. ഞാൻ അകത്തോട്ടൊന്ന് കേറിക്കോട്ടെ. ഓ ഇങ്ങോട്ട് മാറടി. ഡേ, അവരെങ്ങോട്ടാ പോയെന്ന് വല്ല വിവരവും കിട്ടിയോ? ഇല്ലമ്മേ, അതോർത്തിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. വല്ല ഹോട്ടലിലോട്ടും ആയിരിക്കും. രാത്രിയിൽ ഇറങ്ങിപ്പോയതല്ലേ. ഞാൻ നിന്നെ കുറ്റം പറയൂ? നീ സൂക്ഷിക്കണമായിരുന്നു. നീ അവനെ ഫോണിൽ വിളിച്ചു നോക്കിയോ? വിളിച്ചു, ഫോൺ എടുക്കുന്നില്ലമ്മേ. ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ ആയിരിക്കും. നിന്നോടുള്ള വാശി തീർക്കാൻ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കറിയാം. ദൈവത്തെ ഓർത്ത് അതും ഇതും പറഞ്ഞ് എന്നെ ആദ്യം പിടിപ്പിക്കല്ലേ അമ്മേ. ഒന്നാമത് മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സംഗതി എനിക്ക് വിധിച്ചിട്ടില്ല. ആദ്യം നീ അവനും അവളും എവിടെയുണ്ടെന്ന് അറിയാൻ നോക്ക്. തുരുതുരാ വിളിച്ചോണ്ടിരിക്ക, എപ്പോഴെങ്കിലും എടുക്കും. ഇല്ല അമ്മേ, ഞാൻ എത്ര വിളിച്ചതാ. അപ്പൊ ഭയങ്കര വാശിയാ. നീ അവനെ അവളെയും ചേർത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അല്ലേടി? അമ്മ അങ്ങനെയല്ലേ പറഞ്ഞു തന്നത്? സംശയിക്കണെന്ന്. എടി അതിനൊക്കെ ഒരു നയമുണ്ട്. വെട്ടൊന്ന് മുറി രണ്ട് എന്ന മട്ടിലല്ല സംശയിക്കേണ്ടത്. നമ്മളിങ്ങനെ കുറേശ്ശെ തീക്കനലിട്ട് കൊടുത്ത് നീറ്റിക്കൊണ്ടിരിക്കണം. പൊട്ടിത്തെറി ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഇന്നലെ രാത്രി അതുണ്ടായി അല്ലേടി? എന്തുണ്ടായിന്ന്? പൊട്ടിത്തെറി. ആ, വിജയേട്ടൻ ഏതാണ്ട് തെറിയൊക്കെ പറഞ്ഞു. അത് പൊട്ടിത്തെറിയാണോ പൊട്ടാത്ത തെറിയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ, പോയത് പോട്ടെ. പോട്ടേന്നോ? അങ്ങനെയല്ല, വന്നതൊക്കെ വന്നു. ഇനി എങ്ങനെയെങ്കിലും അവരെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. ജാനിയുടെ ഡ്രസ്സും പുസ്തകങ്ങളും ബുക്സും സകല സാധനങ്ങളും വാരി കാറിലിട്ടോണ്ടാ പോയത്. വിജയേട്ടന് ഒരു ബാഗിൽ എന്തൊക്കെയോ കുത്തി നിറച്ചു. ഈ വീട്ടിലിനി അവളും ഇല്ല, വിജയേട്ടനും താമസിക്കത്തില്ലെന്നാ പറഞ്ഞ്. രണ്ടും കൽപ്പിച്ചാ പോയിരിക്കുന്നു. ആണുങ്ങളല്ലേ, ദേഷ്യം വരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അവര് പറയുന്നതൊക്കെ നടപ്പിലാക്കുമെന്നാണോ നിന്റെ വിചാരം? വിജയേട്ടൻ പറഞ്ഞതാ. അതൊക്കെ നിന്റെ തോന്നല. പിന്നെ ആണുങ്ങൾ പിണങ്ങിയിരിക്കുമ്പോ നമ്മള് പെണ്ണുങ്ങളെ ഇത്തിരി ഒന്ന് താന്നു കൊടുത്തേക്കണം. എന്നിട്ട് നമ്മളെപ്പോഴെങ്കിലും അവരോട് പിണങ്ങുമ്പോ അതിന്റെ ഇരട്ടി വലിപ്പിച്ചേക്കണം. അതാ പെൺബുദ്ധി. അല്ലാതെ ഗോദായിലോട്ട് കേറി നിന്ന് നേർക്ക് നേരെ ഗുസ്തി പിടിക്കലല്ല. ഇതൊക്കെ പറഞ്ഞു തരണോടി. പെണ്ണിന് ജന്മനാ കിട്ടുന്ന ഗുണങ്ങളല്ലേ ഈ സൂത്രവിദ്യകളൊക്കെ. എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലായിരിക്കും. നിനക്കേ അഹങ്കാരം ഇത്തിരി കൂടുതലുണ്ട്. അതൊന്ന് കുറച്ചാ മതി. എല്ലാം കുറേശ്ശെ വേണം, വേണ്ടെന്നല്ല, പക്ഷേ അധികമാകരുത്. മതി. അമ്മയ്ക്ക് ഗുണദോഷിക്കാൻ കണ്ട സമയം. ഡേയ്, ഞാനൊരു ബുദ്ധി പറയട്ടെ. പറ. നീ വിളിക്കുമ്പോഴല്ലേ വിജയം ഫോൺ എടുക്കാത്ത? നമുക്ക് ചന്ദ്രനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചാലോ? അവൻ വിളിച്ചാ എടുക്കാതിരിക്കില്ലല്ലോ, എവിടാന്നറിയാലോ. ഇനി ചന്ദ്രേട്ടന്റെ വായിലിരിക്കുന്നതും കേൾക്കണോ ഞാൻ? പിണങ്ങിപ്പോയെന്ന് മാത്രം സൂചിപ്പിച്ചാ മതി, കാര്യമൊന്നും പറയണ്ട. വിളിക്കല്ലേ? വിളിക്കടി.
തേങ്ങയിടാനൊന്നും ആളെ കിട്ടാറില്ല അമ്മേ. ഓ അതൊക്കെ കണക്കാ. നമ്മുടെ പഴയ ചേന്നനില്ലേ, അവൻ വല്ലപ്പോഴും അങ്ങനെ ഈ വഴി വരും. ചേന്നൻ ഇപ്പോഴും തെങ്ങ കയറാറുണ്ട്. അവന് കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോ ഒരു ഏണിയും തോളെ വെച്ചോണ്ടിഞ്ഞ് പോരും. പ്രായമായില്ലേ, അവനും വയ്യാണ്ടായി. മക്കളാരും ഈ തൊഴിൽ ചെയ്യുന്നുമില്ല. അവളായിരിക്കും പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ചന്ദ്രേട്ടനാ അവള് പറഞ്ഞു വിളിപ്പിക്കുന്നതാ. അവളാരാ മോള്? ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ശകുനിയുടെ പെണ്ണവതാരം ഉണ്ടല്ലോ, അവളുടെ തള്ള. നീ എന്തായാലും ഫോൺ എടുക്കടാ. അവനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. അവളും അവളുടെ തള്ളയും പറയുന്ന മാത്രം കേട്ടാ പോരല്ലോ. ഹലോ ചന്ദ്രേട്ടാ. ആ വിജയ, നീ എവിടെയാ? ഞാൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ചന്ദ്രേട്ടൻ എന്താ കാര്യം? നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് ചെയ്തു? ചന്ദ്രേട്ടൻ വിളിച്ച കാര്യം പറ. നീ ഇന്നലെ പാതിരാത്രിയിൽ ജാനിക്കുട്ടിയും വിളിച്ചിറക്കിക്കൊണ്ട് വീട് വിട്ടു പോയെന്നോ, രത്നമ്മ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലെന്നോ? എന്താ വിജയ അതിൻ്റെ അർത്ഥം? അർത്ഥമൊക്കെ അത് തന്നെ. വീട് വിട്ട് പോയെന്ന് പറഞ്ഞാൽ പാൽപ്പായസം കുടിച്ചു എന്നാണ് അർത്ഥം. അല്ല, അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട കാരണം എന്താണെന്നാ ചോദിച്ചേ? കാരണം ചന്ദ്രേട്ടൻ്റെ പെങ്ങളോട് ചോദിക്കേ, അവള് പറഞ്ഞു തരും. അവൾ അവളെ ന്യായീകരിച്ചുകൊണ്ടല്ലേ പറയൂ. സത്യം അതൊന്നും അല്ലാന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ എൻ്റെ പെങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് വർഷം 45ആയി. അവളുടെ കയ്യിൽ നിന്ന് പോയ കുരുട്ടുബുദ്ധിയും കൂതന്ത്രവും കുശുമ്പും മാത്രമേ ഈ കരുനാപ്പള്ളിയിലുള്ളൂ. ചന്ദ്രേട്ടാ, ഞങ്ങൾക്ക് മക്കളില്ലാഞ്ഞിട്ട് ദത്തെടുത്തതാ ജാനിമോളെ. അവൾക്ക് 2.5 വയസ്സുള്ളപ്പോൾ. വർഷം 16 കഴിഞ്ഞു. ഇപ്പം രത്നമ്മയുടെ കണ്ണിൽ ഞാനും ജാനിമോളും അച്ഛനും മോളും അല്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജാനിമോള് മാത്രമേ വീട്ടിലുള്ളൂ. രത്നമ്മയും പിള്ളേരും അവിടെയായിരുന്നല്ലോ, കരുനാഗപ്പള്ളിയിൽ. അവളില്ലാത്തപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിൻ്റെ പേരിൽ അവൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചന്ദ്രേട്ടൻ അറിയോ? എൻ്റെ കൈക്കുള്ളിൽ നെഞ്ചത്തം വെച്ച് വളർത്തിയതാ ഞാൻ എൻ്റെ ജാനിമോളെ. എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവളാ. അവള് വീട്ടിൽ തനിച്ചാണോ അല്ലേന്ന് നോക്കിയിട്ടാണോ ഞാൻ വീട്ടിലോട്ട് വരാൻ.